സങ്കുചിത വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഭാരതാംബയെ അവഹേളിക്കുകയും രാജ്ഭവനിലെ പ്രോട്ടോകോളുകൾ ലംഘിക്കുകയും ചെയ്ത മന്ത്രി വി ശിവൻകുട്ടിയുടെ നീക്കം ആസൂത്രിതമെന്ന തിരിച്ചറിവാണ് ഗവർണറെ നിലപാട് കടുപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരും ഇടത് സംഘടനകളും അഴിച്ചുവിടുന്ന ഏത് തരം പ്രതിഷേധത്തെയും തൽക്കാലം അവഗണിക്കുമെന്നതാണ് ഗവർണറുടെ നിലപാട്. അതേസമയം മന്ത്രിയുടെ പ്രോട്ടോകോൾ ലംഘനത്തിൽ വിശദീകരണം തേടാനോ സർക്കാരിനെ രേഖാമൂലം പ്രതിഷേധം അറിയിക്കാനോ രാജ്ഭവൻ തയ്യാറാകില്ല. Do away with Bharat Mata. Bharat Mata has to be in us always, all the time, all the seasons, bad season or right season, good season. All these things at all the time, Bharat Mata is with us. And you all are students, you must have read the history. Bharat Mata was not born in 1947. It was not born when we adopted constitution. Bharat Mata is in existence for thousands and thousands of years. ഡൽഹിയിൽ നിന്ന് ശ്രീകാന്തും തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനനും ചേരുകയാണ്. ആദ്യം പ്രജിത്തിലേക്ക്. പ്രജിത്ത്, ഇവിടെ മന്ത്രി ബഹിഷ്കരിച്ചിരിക്കുന്ന രാജ്ഭവൻ പരിപാടി എന്ന് പറയുന്നതിൽ ഏക കാരണമെന്ന് പറയുന്നത് ഭാരതാംബയുടെ ചിത്രം വച്ചു എന്നതുകൊണ്ടാണ്. പക്ഷേ ഇതൊരു പ്രോട്ടോകോൾ ലംഘനത്തിന്റെ ഭാഗമാണ് എന്ന് രാജ്ഭവൻ പറയുന്നുണ്ടെങ്കിലും രേഖാമൂലം പ്രതിഷേധം എവിടെയും അറിയിച്ചിട്ടില്ല, അല്ലേ? ദേവിക, അങ്ങനെയല്ല. ഇത് പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായി എന്നുള്ള കാര്യം കൃത്യമായി രാജ്ഭവൻ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ രേഖാപരമായ ഒരു പ്രതിഷേധം അറിയിക്കുന്ന ഒരു നടപടിക്രമം ഇനി ഉണ്ടാകില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ കാരണം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പ് തന്നെ ഒരു പ്രതിഷേധ സൂചകമായി അല്ലെങ്കിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ പുറത്തിറക്കിയതായതുകൊണ്ട് തന്നെ സർക്കാരിനുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഈ വിഷയത്തിൽ രാജ്ഭവന്റെ ഒരു നിലപാട് അറിയിക്കുന്നതാണ് ഈ വാർത്താക്കുറിപ്പെന്നും അതുകൊണ്ട് ഇനി പ്രത്യേകം ഒരു രേഖാപരമായിട്ടുള്ള ഒരു പ്രതിഷേധം അറിയിക്കൽ ആവശ്യമില്ല എന്നുള്ളതുമാണ് രാജ്ഭവന്റെ നിലപാട്. ഇപ്പോഴുള്ള വാർത്താക്കുറിപ്പ് തന്നെ അത്തരമൊരു പ്രതിഷേധമായി കാണട്ടെ എന്നുള്ളതാണ് രാജ്ഭവൻ പറയുന്നത്. ഇതിൽ ഈ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായി എന്നുള്ളത് വലിയ ഒരു പ്രശ്നമായി തന്നെയാണ് രാജ്ഭവൻ കാണുന്നത്. അതായത് രാജ്ഭവനിൽ ഒരു സാധാരണഗതിയിൽ ഗവർണർ പങ്കെടുക്കുന്ന ഏതൊരു പരിപാടിക്കും അതിൻ്റെതായ പ്രോട്ടോകോളുകളുണ്ട്. ഭരണഘടനാപരമായി സംസ്ഥാനത്തിൻ്റെ തലവനായിട്ടുള്ള ഗവർണർ ഇരിക്കുന്ന വേദിയിൽ നിന്ന് ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ ഗവർണർ വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ ആരും വേദിയിലേക്ക് പുതിയ ആളുകൾ വരുന്നതോ അല്ലെങ്കിൽ ഇരിക്കുന്ന ആളുകൾ എണീറ്റ് പോകുന്നതായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകാറില്ല. രാജ്ഭവനിൽ ഏതൊരു പരിപാടി നടക്കുമ്പോഴും ഗവർണർ പങ്കെടുക്കുന്ന ഏതൊരു പരിപാടി നടക്കുമ്പോഴും ദേശീയ ഗാനത്തിന് മുൻപ് തന്നെ എല്ലാവരും ആ വേദിയിലെത്തിയിരിക്കണം. ദേശീയ ഗാനം അവസാനിച്ചതിന് ശേഷമായിരിക്കണം, അതും ഗവർണർ വേദി വിട്ടതിന് ശേഷമായിരിക്കണം എല്ലാവരും വേദി വിടേണ്ടത്. ഇത് രണ്ടും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ലംഘിക്കപ്പെട്ടിരുന്നു. പരിപാടി തുടങ്ങിക്കഴിഞ്ഞാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അവിടെ എത്തുന്നത്. അദ്ദേഹം മടങ്ങുന്നതും ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ്, അതായത് ഗവർണർ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ വിദ്യാഭ്യാസ മന്ത്രി വേദി വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ഗവർണർ ചൂണ്ടിക്കാട്ടിയിരുന്നു. വിദ്യാർത്ഥികൾക്ക് ഉപദേശം നൽകേണ്ട ആളാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, അത് സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം നേരത്തെ പോയിരിക്കുന്നു. കുഴപ്പമില്ല, ഇനി അടുത്തൊരു തവണ അദ്ദേഹം നേരിട്ടെത്തി നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ഗൈഡൻസ് നൽകും എന്നുള്ളതായിരുന്നു ഗവർണർ ആ വിഷയത്തിൽ പറഞ്ഞത്. എന്തായാലും വലിയ പ്രോട്ടോകോൾ ലംഘനമാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അത് രാജ്ഭവൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കാരണം ഭരണഘടനാപരമായി ഗവർണറുടെ മുന്നിൽ വെച്ചാണ് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അത്തരത്തിൽ അധികാരത്തിലേറുന്ന ഒരു മന്ത്രി ഗവർണറുടെ ഓഫീസിനെയും ഗവർണറെ വ്യക്തിപരമായി അപമാനിക്കുകയും ചെയ്യുന്ന രീതിയിൽ പ്രോട്ടോകോൾ ലംഘനം അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നതും ഒരു രാഷ്ട്രീയ പ്രസംഗം രാജ്ഭവനിലെ ഒരു വേദിയിൽ വെച്ച് നടത്തുന്നതും വലിയ തെറ്റായി തന്നെയാണ് രാജ്ഭവൻ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് മന്ത്രി എഴുതി തയ്യാറാക്കിയ പ്രസംഗം കൊണ്ടുവന്ന് പ്രതിഷേധ പ്രസംഗം കൊണ്ടുവന്ന് വായിച്ചതിനെ കൃത്യമായ ആസൂത്രിത നീക്കം, മുൻകൂട്ടിയുള്ള നീക്കം എന്ന് തന്നെയാണ് രാജ്ഭവൻ വിശേഷിപ്പിക്കുന്നത്. രാജ്ഭവൻ പുറത്തിറക്കിയിട്ടുള്ള പ്രതിഷേധ കുറിപ്പിലും അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പിലും അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഏറ്റവും ശ്രദ്ധേയമായത് വിദ്യാഭ്യാസ മന്ത്രി വേദി വിട്ടതിന് ശേഷം ഗവർണർ നടത്തിയിട്ടുള്ള പ്രസംഗമാണ്. ഈ പ്രസംഗത്തിൽ ഗവർണർ കൃത്യമായി പറയുന്നു എന്താണ് ഭാരതാംബ, എല്ലാ ഭാരതീയർക്കും ഭാരതാംബയുമായിട്ടുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് അതിനെ നിർവചിക്കപ്പെടുന്നത്. കാരണം ഇപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമോ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന അവലംബിച്ചതിന് ശേഷമോ ഒന്നുമല്ല ഭാരതാംബ എന്നുള്ള സങ്കല്പം ഭാരതത്തിൽ ഉണ്ടായത്. അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഭാരതത്തിൽ സജീവമായിട്ടുണ്ട്. അത് വായ്പാട്ടുകളിലൂടെ ആണെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചതാണെങ്കിലും ശരി, പിന്നീട് ചിത്രങ്ങളിലൂടെ ആണെങ്കിലും ശരി, ഒക്കെ അങ്ങനെ ഭാരതാംബ എന്നുള്ള സങ്കല്പം കാലങ്ങളായി രാജ്യത്ത് നിലനിൽക്കുന്നു. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരാണെന്ന് പറയുന്നത് ഭാരതാംബയുടെ മക്കളായതുകൊണ്ടാണ്.
ആ ഒരു സങ്കല്പമാണ് നമ്മൾ ദിവസവും സ്കൂളുകളിൽ പ്രതിജ്ഞ ചൊല്ലുന്നതെന്ന് ഗവർണർ ഓർമ്മിപ്പിച്ചിരുന്നു. അങ്ങനെ നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതത്തിലെമ്പാടും ഒരേപോലെ ആരാധിക്കുന്ന എല്ലാ ഭാരതീയരുടെയും ഏകത്വ ഭാരതം എന്ന രാജ്യത്തിൻ്റെ ഏകത്വത്തിൻ്റെ പ്രതീകമായ ഭാരതാംബയെ അത് നമ്മൾ ആദരിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ഗവർണർ ആ വേദിയിൽ വെച്ച് പറഞ്ഞത്. ചില രാഷ്ട്രീയക്കാർക്ക് അത് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഭാരതാംബ ആരെന്ന് ചിലർ ചോദിക്കുന്നു എന്ന രീതിയിലും ഗവർണർ ഒരു പരാമർശം നടത്തിയിരുന്നു. അത് കുട്ടികളായ നിങ്ങൾക്ക് അവരെക്കാളും അക്കാര്യത്തിൽ ധാരണയുണ്ടല്ലോ എന്നുള്ള ഒരു ആശാവഹമായ ഒരു കാര്യമാണെന്ന രീതിയിലും ഒരു ഗവർണർ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പം അത് ഒരു കാരണവശാലും ഒഴിച്ചു നിർത്തിയുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതും ഗവർണർ ആ പരിപാടിയിൽ തന്നെ വ്യക്തമാക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഗവർണർ കൃത്യമായ നിലപാട് പറഞ്ഞതിന് പിന്നാലെയാണ് രാജ്ഭവൻ ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധ കുറിപ്പിറക്കിയിരുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത് ആസൂത്രിതമായി മന്ത്രി തയ്യാറാക്കിയ ഒരു കാര്യമാണെന്ന്, ഒരു ഷോ ഡൗണിന് തയ്യാറായാണ് മന്ത്രി അന്ന് ആ വേദിയിൽ എത്തിയത് എന്നുള്ളതാണ് രാജ്ഭവൻ പറയുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് നടത്തിയ ഒരു പെർഫോമൻസ്, അതിനെ നാടകമെന്നും വേണമെങ്കിൽ മലയാളത്തിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. രാജ്ഭവൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു നാടകം, ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. രണ്ടും മന്ത്രി നടത്തിയത് അച്ചടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ്. അതും അനുചിതമായിട്ട് അല്ലെങ്കിൽ ഉചിതമായ ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഇന്ന് രാജ്ഭവൻ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്.